നമ്മൾ എല്ലായിടത്തുള്ള അതിഥികളെയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്നൊരു മിടുക്കിക്കുട്ടി. പേര് നമ്മളെ മൈക്ക്. എൻ്റെ പേര് ദീപ്ത എന്നാണ്. ഞാൻ കോഴിക്കോട് സിൽവർ ഹിൽസ്. കോഴിക്കോട് സിൽവറിൽ. അതെ. എല്ലാ വർഷവും പങ്കെടുക്കുന്നതാണോ? ആ, 8ാം ക്ലാസ് തൊട്ട് 4 വർഷമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വർഷവും എ ഗ്രേഡാ? എല്ലാ കൊല്ലം എ ഗ്രേഡാ. എ ഗ്രേഡാണ് അല്ലേ? കൂടെ ഒക്കെ ശബ്ദം കുറച്ചുറക്കെ സംസാരിക്കണേ എനിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും എ ഗ്രേഡാണ് ഇത്തവണ. ഞാൻ പക്ഷേ ഐറ്റം എന്താ പറയുക, സ്റ്റേജിൽ അവതരിപ്പിച്ചല്ല എനിക്ക് വേണ്ടേ, വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം പ്ലേ ചെയ്യാമോ? ഒരു സിനിമ പാട്ട്. ഓക്കെ, തുമ്പിവാന്നുള്ള പാട്ട്. കഥയൊക്കെ പറഞ്ഞതിന് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാനും ആയിരിക്കുമല്ലോ ആഗ്രഹം. അപ്പം ദീപ്ത അല്ലേ? ദീപ്ത കുട്ടി നമുക്ക് വേണ്ടിയിട്ട് അത് പ്ലേ ചെയ്തായിരിക്കും. കേൾക്കാം. അടിപൊളി എവർഗ്രീൻ സോങ് ആണല്ലേ. നല്ല രാവിലെ തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു എന്താ ഒരു സന്തോഷമല്ലേ കേൾക്കുമ്പോൾ. ഉറക്കത്ത് നോക്കാൻ എണീറ്റു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തായാലും ഒരു സംഗീതബോധം ഉള്ള ഒരാളാണല്ലോ, പാട്ട് പാടാൻ സാധ്യതയുണ്ടല്ലോ? ഞാൻ അങ്ങനെ പാട്ട് പാടാറില്ല. എന്നാലും കുറച്ച് ചെറുതായിട്ട് ഒരു 2 വരി. ഞാൻ വയലിനിലൂടെ തന്നെയാണ് എൻ്റെ പാട്ട് പാടാറ്, അല്ലാതെ ട്രൈ ചെയ്തിട്ടേ ഇല്ല. ബാത്റൂം സിംഗർ പോലും അല്ല. ഇത്രയും വയലിനില് പ്രാഗൽഭ്യമുള്ള പ്രതിഭയായിട്ടുള്ള ഒരാൾ ചുമ്മാ അല്ലേ? ഞാൻ 2 കൊല്ലമായിട്ട് പരിപാടി ചെയ്യാറുണ്ട് വയലിനിൽ. ഞാനൊരു മ്യൂസിക് ബാൻഡിലുണ്ട്. കേരളയിലെ ഫസ്റ്റ് ഓൾ ഗേൾസ് മ്യൂസിക് ബാൻഡാണ്. യൂഫോണിക് എന്നാണ് ബാൻഡിൻ്റെ പേരിൽ. ബാൻഡിൻ്റെ കൂടെയും അല്ലാതെയും ഇൻഡിവിജ്വലായിട്ടും 2 കൊല്ലമായിട്ട് പല പരിപാടികളും ചെയ്യാറുണ്ട്. കോഴിക്കോട് നടന്ന ഹോർത്തൂസ് ഫെസ്റ്റിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ ട്രിവാൻഡ്രം, കണ്ണൂർ, കോഴിക്കോടൊക്കെ ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഡേ പാൻ ഇന്ത്യ ആയിട്ടൊരു ഗേൾസ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും വയലിനിസ്റ്റ് ആയിട്ട് ഞാൻ തിരുപ്പതിയിൽ ഒരു പരിപാടി ചെയ്തു. ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്തെ നിങ്ങളുടെ ബാൻഡിൽ ഇയാൾ അവതരിപ്പിക്കുന്ന ബാൻഡൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ടീം തന്നെ നിങ്ങളോട് ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അതൊന്ന് പ്ലേ ചെയ്യാമോ? എല്ലാ പരിപാടിക്കും ചെയ്യുമ്പം എല്ലാവരും കൂടെ പാടാറുള്ള ഒരു പാട്ടാണ് ആരാധിക എന്ന് പറയുന്ന പാട്ട്. ഇന്ദു പാട്ട് പാടും. അത് റിസ്ക് ആവും. മോള് തന്നെ വായിച്ചു. ഹലോ, നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കിയാലോ? എന്റെ പൊന്നു മോളെ, അങ്ങനെ പലതും പറയാം. രാവിലെ നമ്മുടെ പ്രേക്ഷകർ എന്തെങ്കിലുമൊക്കെ നല്ല കാഴ്ച കണ്ടോട്ടെ. വായിച്ചോ. ഞാൻ ഇവിടെ ഫുൾ സപ്പോർട്ട്. പാടുന്നതിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ പാടിപ്പിക്കരുത് പറഞ്ഞിട്ടുണ്ട്. അതെ, ഫുൾ സപ്പോർട്ട്.
എന്ത് ഭംഗിയാണോ അല്ലേ? ഞാനെങ്ങാനും പാടിയാലുള്ള അവസ്ഥ ആലോചിച്ച് എന്റെ നോക്ക്. പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നുകൂടിയാണ്. അപ്പൊ ഞാനും ദീപ്തന്റെ ആരാധ്യയായി മാറിയിരിക്കുന്നു. ശരി, വളർന്നു അപ്പൊ വരുന്ന ഒരു വലിയ നമുക്ക് കലാകാരി. അതെ അതെ എല്ലാ അവസാന കലോത്സവമാണല്ലേ? അടുത്ത കൊല്ലം ഉണ്ട്. ഓക്കെ.